യു ഷുഡ് fall from something. നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ചിലപ്പോൾ താഴെ വീഴും. പെട്ടെന്ന് നിങ്ങളുടെ സമ്പാദ്യം പോകും. Here Jesus is speaking about the grain falling into the ground. എത്ര പേർക്ക് മനസ്സിലായി? ഗോതമ്പ് മണി നിലത്ത് വീണു. Likewise, here when a believer comes to do the ministry, God will make you fall down. ദൈവം നിങ്ങളെ താഴെ ഇടും. താഴെ ഇടുന്ന എങ്ങനെയാണ്? 5 നില കെട്ടിടത്തിൽ നിന്നല്ല. He will close your finance. നിങ്ങളുടെ സാമ്പത്തികത്തിൽ ഒരു കുറവ് വയ്ക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഒരു രോഗം കൊണ്ടിടും. അതാണ് falling down എന്ന് പറയുന്നത്. പറഞ്ഞ മനസ്സിലായ? Those who have no revelation, വെളിപ്പാടില്ലാത്ത ആൾ ഈ വീഴും എന്ത് പറയും? കരയും, നിലവിളിക്കും. പലം പിടികിട്ടിയാ? ഞാൻ പറയുന്നത് താങ്ങുന്നുണ്ടോ? താങ്ങാൻ പറ്റുന്നുണ്ടോ? ഈ ഗോതമ്പ് മണി നിലത്ത് വീണു. നിങ്ങളാണ് ഗോതമ്പ് മണി. യു ആർ ദ ഗ്രെയിൻ ആൻഡ് വെൻ യു ഫോൾ ഡൗൺ വെദർ യു ക്രൈ ഓർ ഡൈ. അതാണ് ചോദ്യം. നിങ്ങൾ നിലത്ത് വീഴുമ്പോൾ നിങ്ങൾ നിലവിളിക്കുകയാണോ അതോ ചത്തതുപോലെ ആയിരിക്കുകയാണ്? അവിടെയാണ് അതിന്റെ മർമ്മം ഇരിക്കുന്നത്. വല്ലതും പിടികിട്ടിയാ? നിങ്ങളെ ദൈവം തള്ളി താഴെ ഇട്ടു. യു ഹാഡ് എ ജോബ്, നൗ യു ആർ ജോബ്ലെസ്. നേരത്തെ ജോലി ഉണ്ടായിരുന്നു, ഇപ്പം ജോലിയില്ല, വരുമാനം പോയി, താഴെ വീണു. ബിഫോർ യു ഹാഡ് ഹെൽത്ത് ടു ഗോ. നേരത്തെ നടക്കാൻ ആരോഗ്യം ഉണ്ടായിരുന്നു, ഇപ്പം ആരോഗ്യം പോയി. അത് ഗോതമ്പ് മണി നിലത്ത് വീണു. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് when you fall down, what you are doing. നിങ്ങൾ വീണപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നാണ് ഇവിടെ ചോദ്യം. ആർ യു ക്രൈയിങ് ഓർ ആർ യു ഡെഡ്? നിങ്ങൾ കരഞ്ഞ് നിലവിളിച്ചോ അതോ ക്രിസ്തുവിൽ മരിച്ചവനെ പോലെ ആയോ? അല്ല പിടികിട്ടിയാ? പിടികിട്ടിയില്ല. പാസ്റ്ററെ എൻ്റെ വീട്ടിൽ ഗോതമ്പ് മണിയൊന്നും ഇല്ലെന്ന് അവിടെ ആരോ പറയും. അപ്പൊ പറഞ്ഞെന്താണെന്ന് മനസ്സിലായ? നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ താഴെ വീണു. താഴെ വീണിട്ട് നിങ്ങൾ നിലവിളിച്ചോണ്ടിരിക്കുകയാണോ? അയ്യോ എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, ജോലിയില്ല, വീടില്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞോണ്ടിരിക്കുകയാണോ അതോ നിങ്ങൾ ക്രിസ്തുവിൽ മരിച്ചിരിക്കുകയാണോ? ഇവിടെയാണ് ദൈവം ഓരോരുത്തരെ ഉപയോഗിക്കുന്നത്. ഇഫ് യു ആർ ഓൾ ദ ടൈം ക്രൈയിങ് ലോർഡ് ഗിവ് മീ, എനിക്ക് തരണമേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവമേ എനിക്കൊന്നുമില്ല, എനിക്ക് ദാരിദ്ര്യമാണ്, എനിക്ക് ഭക്ഷണം തരണമേ, എനിക്ക് വസ്ത്രമില്ല, ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ്. എനിക്ക് ശരീരത്ത് വേദനയാണ്, ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ്. അതാണ് ചോദിക്കുന്നത്. then you are not dead. ഇവിടെ യേശു പറഞ്ഞതാണ് ഗോതമ്പ് നിലത്ത് വീണ് ചാകുന്ന ചത്ത ആരും അറിയത്തില്ല കേട്ടോ, അയൽക്കാരും അറിയത്തില്ല, നിലവിളിക്കാൻ പറ്റത്തില്ല. if you have dead, you cannot cry, you cannot complain. വല്ലതും പിടികിട്ടിയോ? ഇതാണ് മർമ്മ. ആൾക്കാർക്ക് അനുഗ്രഹം കിട്ടാത്തതിന്റെ കാര്യം എന്താണ്? അവർ നിലവിളിച്ചോണ്ട് കിടക്കുക. നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടണേ ആദ്യം പോയി ക്രിസ്തുവിൽ മരിക്കണം. ഞാൻ ആ വചനം എടുത്തു തരാം. 2 Corinthians 4:10. വല്ലതും പിടികിട്ടിയാ? സന്തോഷമില്ല. 2 Corinthians 4:4. യേശുവിന്റെ ജീവൻ always carrying about in the body the dying of the Lord Jesus, that the life of Jesus also may be manifested in our body. വല്ലതും പിടികിട്ടിയാ? അപ്പൊ നിങ്ങൾ നിലത്ത് വീഴുമ്പോൾ അടുത്ത് ചെയ്യേണ്ടത് എന്താണ്? നിലവിളിക്കുകയല്ല, പിന്നെ ക്രിസ്തുവിൽ മരിച്ചവനെ പോലെ കിടക്കണം, അനങ്ങാൻ പാടില്ല. ഈ വിഷയം വേറൊരാളോട് പറയാൻ പാടില്ല. മരിച്ചയാൾക്ക് മിണ്ടാൻ പറ്റുമോ? യു ഷുഡ് നോട്ട് ടെൽ യുവർ പ്രോബ്ലംസ് ടു എനിവൺ. സിൻസ് ബാപ്റ്റിസം ഐ ഹാവ് നെവർ സ്പോക്കൺ ടു എനിവൺ, പ്ലീസ് പ്രേ. ഞാൻ സ്നാനപ്പെട്ട ശേഷം ഇന്ന് വരെ ഒരാളുടെ അടുത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. എന്താ പറയാത്തത്? ഐ ഹാവ് നെവർ ടോൾഡ് എനിവൺ പ്ലീസ് പ്രേ. എന്താ പറയാത്ത? എന്താണെന്ന് അറിയാ? അഹങ്കാരം കൊണ്ടല്ല. എനിക്കും പ്രശ്നമുണ്ട്, ബട്ട് ഐ ആം ഡെഡ്. ഞാൻ അപ്പോഴേ മരിച്ചു.
എല്ലാം പിടികിട്ടിയ? അപ്പൊ ഇതാണ്, ദിസ് ഈസ് ദ സീക്രട്ട് ഓഫ് ബ്ലെസ്സിങ്. ദിസ് ഈസ് ദ സീക്രട്ട് ഓഫ് ഗോഡ് ടു യൂസ് യു ഇൻ ദ മിനിസ്ട്രി. ദൈവവേലയിലും ദൈവം നിങ്ങളെ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ പരാതി പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. വല്ലതും പിടികിട്ടിയ? സന്തോഷം പോയി. നിങ്ങൾ മരിച്ചവനെ പോലെ ഇരിക്കണം. എന്താണ് പറയുന്നത് അവിടെ? പറയുന്നുണ്ടല്ലോ, for we who live are always delivered to death for Jesus' sake, that the life of Jesus also may be manifested in our mortal body. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എപ്പോഴും ക്രിസ്തു നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചുകൊണ്ട് ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴായിരിക്കും അടുത്തിരിക്കുന്ന ആള് നമ്മുടെ കാലിലൊന്ന് ചവിട്ടും. ഉറങ്ങിയ നമ്മൾ ഈ വചനമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അടുത്തിരിക്കുന്ന ആളൊന്ന് ചവിട്ടി നോക്കും, അല്ലെ പുറയുന്ന ഒരു കുത്തു വരും. അപ്പം മനസ്സിലായിക്കൊണ്ട് ഇത് ടെസ്റ്റാണെന്ന് മനസ്സിലാക്കി. കുത്തിയാലും അറിയത്തില്ല ഇവിടെ മരിച്ചിരിക്കുകയാണ്, കാലി ചവിട്ടിയാലും അറിയത്തില്ല ഇവിടെ മരിച്ചിരിക്കുകയാണ്. വല്ല പിടി കിട്ടിയ? സോ ദിസ് ഈസ് വാട്ട് ഐ ആം ടെല്ലിങ് വിത്ത് യു. അതാണ് ഇവിടെ ടെസ്റ്റ് ചെയ്തുകൊണ്ട് നടക്കുകയാണ് ഇവിടെ ദൈവം. അപ്പൊ നിങ്ങൾക്ക് എന്താ സമയത്ത് എത്താൻ പറ്റാത്തത്? You cannot pass the test. ടെസ്റ്റ് പാസ്സാവുന്നില്ല, ദൈവമാണ് കൊണ്ടുവരേണ്ടത്. അപ്പൊ ദൈവത്തെ ധിക്കരിച്ചുകൊണ്ട് നമ്മൾ വന്ന് കയറല്. ഇഫ് യു ഹാവ് നോ മണി, ഡോണ്ട് ഗോ ആൻഡ് ബോറോ മണി ആൻഡ് ഡു സംതിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പൈസ ഇല്ലെങ്കിൽ പോയി കടം മേടിച്ചത് ചെയ്യല്ലോ. വൈ ഗോഡ് ഡിഡ് നോട്ട് ഗിവ് യു മണി? ടു ടെസ്റ്റ് യു. നിങ്ങളത് സഹിക്കുന്നുണ്ടോ എന്ന് അറിയാനായിട്ട്. നിങ്ങൾ ആ ഞെരുക്കം നിങ്ങൾ സഹിക്കുന്നുണ്ടോ എന്ന് അറിയാനാണ് ദൈവം നിങ്ങൾക്ക് ഞെരുക്കം കൊണ്ടുവന്നത്. ഉടനെ പോയി അപ്പുറത്ത് പോയി ലോൺ മേടിക്കല്. വല്ലതും പിടി കിട്ടിയ? സന്തോഷമില്ല. ഈ പെട്ടെന്ന് കയറി വരാൻ കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ യു നീഡ് റെവലേഷൻ. വെളിപ്പാടുണ്ടായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നതെന്ന് അപ്പോഴപ്പോഴും നമുക്ക് വെളിപ്പാടുണ്ടായിരിക്കണം. എവറി ഡേ യു ആർ ടെസ്റ്റഡ്. എന്നും നിങ്ങളെ ദൈവം പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഏത് സമയത്തും. ബട്ട് യു ഷുഡ് ബി അലേർട്ട്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ബിക്കോസ് ഗോഡ് ഈസ് ടെസ്റ്റിംഗ് യു ഓൾ ദ ടൈം. എപ്പോഴും നിങ്ങളെ ദൈവം പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നൗ ഐ ആം ഗോയിങ് ടു പ്രേ ഫോർ യു. ഞാൻ ഇനി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ചിലവരുടെ ആദ്യമുള്ള ചിരിയൊക്കെ അങ്ങ് പോയി. ആദ്യമുള്ള ഒരു ചിരിയും സന്തോഷമൊക്കെ അങ്ങ് പോയി. Praise the Lord. When the Holy Spirit is not speaking to you, പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെട്ടില്ലേ, നിങ്ങൾ പറയും നല്ല മെസ്സേജ് എന്ന് പറയും. കാര്യം നിങ്ങൾക്ക് അവിടെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചൊന്നും പരിശുദ്ധാത്മാവ് ബോധം വരുത്തില്ല. നിങ്ങൾ പറയും നല്ല ദൈവദാസൻ നല്ല മെസ്സേജും പറഞ്ഞിട്ട് പോയി, ഒന്നും അവിടെ ഏറ്റില്ല. കൈയടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചില മീറ്റിങ്ങിൽ ചെല്ലുമ്പോൾ അവിടെ ഇപ്പോഴും അബ്രഹാം ചെങ്കടൽ തുറക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ കൈയടിയും ബേളം കണ്ടിട്ടുണ്ടോ? വല്ലതും നടന്നോ? Everyone are clapping their hands. ഇപ്പൊ എന്താണ്? ചെങ്കടൽ തുറക്കും, ഇപ്പൊ എല്ലാവരും കൈയടിക്കും. ആ ഇറങ്ങി. വല്ലതും നടന്നോ? അപ്പൊ നിങ്ങളിലുള്ള ഡിഫക്റ്റ് മാറ്റിയെങ്കിലേ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടത്തുള്ളൂ. അതായത് കൈയടിച്ചോണ്ട് അനുഗ്രഹം കിട്ടത്തില്ല. വല്ലതും പിടികിട്ടിയ? കൈയടിച്ചോണ്ട് നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടത്തില്ല. നിങ്ങളുടെ കുഴപ്പങ്ങള് നിങ്ങൾ തന്നെ സ്വയം കണ്ടുപിടിച്ച് അല്ലെ വേറൊരാൾ പറഞ്ഞു തരുമ്പോൾ അത് അംഗീകരിച്ചിട്ട് നിങ്ങളത് തിരുത്തുമ്പോഴേ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടത്തുള്ളൂ. You have to examine your problems, your defect, and you have to rectify yourself. Then only you will be blessed.